ലീഗ് ഒറ്റക്കം ഇവിടെ മത്സരിച്ചത്. ലീഗിൽ ആരും ഉണ്ടായില്ല. PDP, ജമാഅത്ത് ഇസ്ലാമി, SDP ഇതൊക്കെ മൂപ്പർക്ക് ചെയ്തില്ല. AP വിഭാഗം ഇതൊക്കെ മൂപ്പർക്ക് ചെയ്ത. ഈ പ്രാവശ്യം അങ്ങനെ കിട്ടില്ല മൂപ്പർക്ക്. കാശ് കൊണ്ട് വോട്ട് വാങ്ങിയിട്ടാണ് അബ്ദുറഹ്മാൻ സാഹിബ് ഇതുവരെ ജയിച്ചത്. ഇവിടെ 2 വട്ടം ജയിച്ചു. അങ്ങനെ തന്നെ ലീഗ് ഈ പ്രാവശ്യം തിരിച്ച് കയറും തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷ. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞത്. അതിലിപ്പോൾ ഏകദേശം ഒരു 15,000-ന് മേലെ ഭൂരിപക്ഷം താന്നൂരിൽ മുസ്ലിം ലീഗിന് കിട്ടിയിട്ടുണ്ട്. BJPയുടെ വോട്ട്, SDPയുടെ വോട്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട്, PDPൻ്റെ വോട്ട്, APക്കാരുടെ ഇതെല്ലാം പൈസ കൊടുത്ത് വാങ്ങിയാണ്. ജബ്ബടഞ്ചാരി പൈസ കൊടുത്തിട്ട് വാങ്ങിയ വോട്ടാണ്. BJPൻ്റെ വോട്ട്, SDPൻ്റെ വോട്ട്, പല പാർട്ടിക്കാർ എല്ലാവരും വോട്ടും വാങ്ങിയിട്ടാണ് ഇപ്പോൾ ജയിച്ചത്. ലീഗിൽ നിന്നും കുറച്ച് വോട്ടുകൾ പോയിട്ടുണ്ട് പൈസക്ക്. കാരണം ഈ വെറുക്കാലത്ത് സീസൺ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ പണിയില്ലാത്ത ടൈമിലാണ് ഈ എലക്ഷൻ വരുന്നത്. ഈ എലക്ഷൻ വന്നു കഴിഞ്ഞാൽ ആരായാലും ഒരു പാവപ്പെട്ടവനും ഒരു വഴിയില്ലാണ്ടാകുമ്പോൾ 500 നോക്കിയാൽ 500 വാങ്ങിയിട്ട് വോട്ട് ചെയ്യും. ഈ പ്രാവശ്യം നടക്കും. ഈ പ്രാവശ്യം SDPയിൽ വോട്ട് കിട്ടൂല, ജമാഅത്ത് ഇസ്ലാമിൽ വോട്ട് കിട്ടൂല. നമുക്ക് BKP എന്താ നമ്മൾ അമ്പിച്ച ഭൂരിപക്ഷത്തിലൂടെ വിജയിപ്പിക്കും. ഫൈസൽ ബാബു, നവാസ്, അവരില്ലാണ്ടാളിൽ ആരെങ്കിലും ഒരാളായ മതി. മുത്തുക്കോയൊക്കെ ഉണ്ട്, മറ്റേ MSFൻ്റെ പ്രസിഡന്റ് ഉണ്ട്, ഫിറോസ് ഉണ്ട്, രണ്ടത്താണി ഉണ്ട്. ലീഗിൻ്റെ മണ്ഡലത്തിലുള്ള ആരെങ്കിലും നിൽക്കണം നല്ലത് അഭിപ്രായം. പിന്നെ താനോടൊരു നമുക്കിവിടെ മുത്തുക്കോയ തങ്ങൾ നിൽക്കാനാണ് നമുക്ക് താല്പര്യം. ഇപ്പോൾ സാധാരണ ഇവിടെ പുറത്തുനിന്ന ആൾക്കാരാണ് മത്സരിക്കൽ. ഇപ്പോൾ നമ്മൾ ആവശ്യം ഇവിടെ നാട്ടിൽ നിന്നുള്ള ഒരാൾ മത്സരിച്ചിട്ട് വിജയിക്കണം എന്നുള്ള ആഗ്രഹമാണ് കാരണം നമ്മൾ